എന്നറിയാതെ എന്നിഴലാതെ എന്നും നീ കൂടെ എന്നാത്മാക്കൾ ചേർന്നലിയും കാറ്റിന്റെ ശ്വാസം എന്നുയിരും പ്രേമത്തിന് ഹാസ്യം നാം തമ്മിലറിയും നിമിഷം പകലായി നിന്നെ കാത്തു നിൽപ്പും എന്നിവരറിയാതെ എന്നിടാതെ എന്നും നീ കൂടെ. ഇതെന്താ രാവിലെ തന്നെ ഇവൻ്റെ മോൻ കടാന്തലൂത്തി എനിക്കിരിക്കുന്നത്? എന്ത് തിന്നാൻ കൊടുത്തില്ലേ ഒന്നും? അതാ ഇനി വേറെ എന്തെങ്കിലാ? എന്തുവാ? എൻ്റെ പൊന്നു കുഞ്ഞെ എനിക്കറിഞ്ഞൂടാ. വന്നപ്പോൾ തട്ടെ ഒന്നും പറയുന്നില്ല, മുഖം ഇങ്ങനെ മറ്റേ വേർപ്പിച്ച് കെട്ടി വെച്ചേക്കുന്നത്. ഇന്നാണ് ലേറ്റായിട്ട് വന്നത്, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും ശ്രദ്ധിച്ചു, വന്നപ്പോഴേ മുഖം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ലേറ്റായിട്ട് വന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താടാ ആരെങ്കിലും തേച്ചിട്ട് പോയോ? ഡേ എൻ്റെ പൊന്നിച്ചായ എനിക്കാണ് ഒന്ന് പ്രാന്തടുത്ത് നിൽക്കാം, ഫോൺ അടച്ച് മര്യാദക്കുന്നതാണ് അവിടെ. ആയിക്കാടാ തേച്ചിട്ട് വാങ്ങിയപ്പോൾ എന്താ, ഞാൻ അങ്ങ് സഹിച്ചു. നിങ്ങൾ അതിൽ കിടന്നു ഡിങ്കോളിഫി അടിക്കണ്ട കേട്ടല്ല. മരയ്ക്കടെ എന്നാണ് ചുമ്മാ എൻ്റെ ബക്കറ്റ് കയറാൻ പുറത്ത് എന്തിനാണ്? ഞാൻ ഇവിടെ മരയ്ക്ക് എൻ്റെ ജോലി നോക്കി നിൽക്കാല്ലേ, വന്നേക്കും എൻ്റെ ബക്കറ്റ് കയറാം. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്ത്, ഞാൻ എന്ത് ചെയ്ത് എൻ്റെ അമ്മച്ചേ ഉണ്ടാക്ക് യവ ഇങ്ങനെ മോന്ത എടുത്ത് വലിപ്പിച്ച് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനങ്ങ് ചോദിച്ച് അതിനിപ്പം നിങ്ങളെ തുണണത്തിന്. നിൻ്റെ ഈ ഗേൾ ഫ്രണ്ട് തേച്ചിട്ട് പോയാടാ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ടൊക്കെ ആണെങ്കിൽ പോട്ടെ, ഇതൊക്കെ അമ്മ എത്ര കണ്ടിരിക്കുന്നത്, നമുക്ക് വേറെ അത് നോക്കാം. നീ ഇതൊക്കെ എൻജോയ് ചെയ്യും, പിന്നല്ലാതെ അതൊക്കെ എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കേണ്ട ഐശ്വര്യ, പിന്നല്ലാതെ. വീട്ടിൽ നിന്നാൽ സമാധാനം തരൂല, ജോലിക്ക് നിന്നാൽ സമാധാനം തരൂല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, രണ്ടെണ്ണത്തിന് എനിക്ക് ഭ്രാന്തരം നിൽക്കാം. എന്നെ വീണ്ടും ഭ്രാന്ത് പിടിച്ച് എന്നെ വട്ടുപിടിപ്പിച്ച് രണ്ടെണ്ണത്തിനെയും കൊല്ലി ഞാൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാ രണ്ടുപേർക്കും കൊടുക്കാം. ഞാൻ എൻ്റെ ജോലി ഇങ്ങനെ എൻ്റെ പാട്ടിന് ഞാൻ വന്ന് പോക്കോളാം. കൂടുതൽ ഇങ്ങോട്ട് പോരാൻ വന്നാൽ എൻ്റെ പൊന്ന് ചെറുച്ചായ എന്നെ ഉറങ്ങാലോ. എൻ്റെ പൊന്ന് ഒരു തിളച്ച് മറിയണല്ലോ 560 ഉള്ളിൽ. അപ്പം എന്താ ഉണ്ട്, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലേ, ഞാൻ പൊക്കോളാമേ. എന്തായാലും നീ നിൻ്റെ നല്ല സമയമൊക്കെ എൻജോയ് ചെയ്യാൻ ഞാൻ എന്തു പറയാനാ. അപ്പം ശരി ചേച്ചി, ഞാൻ പോവാം. നിങ്ങളവിടെ എൻജോയ്. വന്നതും നിന്നതും പോയതും ഒക്കെ ഭ്രാന്ത് തന്നെയല്ലോ അതിന്. നിങ്ങളെന്തിനാണല്ലോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കിവിടെ വേറെ ജോലി ഒന്നുമില്ലേ? എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാൻ വല്ല പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. വന്നേക്കല്ല, എല്ലാവർക്കും എൻ്റെ മെക്കിട്ട് കയറാനാണല്ലോ പ്രാപ്തി കൂടുതൽ. മാറ്റിയൊക്കെ പൊക്കോ അങ്ങോട്ട്. എൻ്റെ തമ്പ്രാനെ തൊഴുത് ഞാൻ. അയ്യോ കുഞ്ഞെന്തിനാ ഇങ്ങോട്ട് വന്നേ? കുഞ്ഞല്ല വേണേ ഞങ്ങൾ വിളിച്ചാൽ പോരെ, എന്തിനാ കിച്ചണിലേക്ക് വരുന്നേ? അതൊന്നുമില്ല, എനിക്കെൻ്റെ റൂം ഒന്ന് ക്ലീൻ ആക്കാം. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം അവിടെ വീണായിരുന്നു, ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു. ഒന്ന് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. അതെന്താ സാറ് നടക്ക്, ഞാൻ വന്നോളാം. ഒരു 5 മിനിറ്റ് കഴിയും, ഇവിടെ കുറച്ച് ജോലി കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞ് ഞാൻ എന്തായാലും വന്നോളാം. വേറെ മേടിച്ചൊക്കെ ജോലിക്ക് നിൽക്കാം, അതിൻ്റെ വന്നോളാം. വേണ്ട എൻ്റെ ഇത്ര സ്റ്റെപ്പ് കയറി അങ്ങ് വരുന്നില്ല. ഐശു വന്നാൽ മതി. ഓക്കെ സാർ, ഞാൻ എന്തായാലും വരാം. എന്നാ ഐശു പെട്ടെന്ന് വാ, കുറച്ചധികം വെള്ളം ഇവിടെ വീണിട്ടുണ്ട്, ആരും സ്ലിപ്പാതെ നോക്കണം. വാ, ഞാൻ വരാം സാർ. ഒരു 5 മിനിറ്റ്സ് തന്നാൽ മതി, എനിക്കൊന്ന് ക്ലീൻ ആക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ എന്തായാലും വരാം. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ. എന്നാ പിന്നെ ഞാൻ വീട് തന്നെ നിന്നേനെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ലായിരുന്നു ഞാൻ. ഇങ്ങനെ ഒരെണ്ണം എന്തിനാ ആൻറ്റി, ഒന്നിൻ്റെ ആവശ്യമില്ല. നോക്ക്, ഞാൻ എല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും
ആ ചെറുക്ക അവൻ്റെ പറയും അവൻ പോയാലും ആ ചെറുക്കൻ പോവത്തില്ല. എന്നെ കണ്ടിട്ട് പാവമാണെന്ന് തോന്നി, കുറച്ച് ആത്മാഭിമാനമുള്ളത്. പോവത്തില്ല ആൻറ്റി. ആ അല്ലെങ്കിൽ അവന് മേലോട്ട് പോവാം, അല്ലാതെ ഞാൻ എന്ത് പറയാനാ. എൻ്റെ ഭാര്യയ്ക്ക് തടസ്സം നിൽക്കുന്നത് എനിക്ക് ഭ്രാന്താണ്. ഇത്രയും അടുപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ ഒടുക്കത്തെ പ്രേമമാണെങ്കിൽ വേറെ എന്തോ അറിയില്ല, എനിക്കറിയാം. അവനും ഏതോ ഒരു മാലയോ കേസോ നടക്കില്ലേ, ആ ഒരു മാലയോ പൈസയിലൊക്കെ എന്തോ അതിൻ്റെ കേസ് കൂട്ട് ഇറക്കുക. അതൊക്കെ എന്തോ അവന് തുള്ളാൻ കുറേ കൂട്ടുകാരന്മാരെ എനിക്ക് പേടിക്കണം. ഒന്നും നടക്കാൻ പോകില്ല, ഈ ക്രിസ്ത്യനോടുള്ളത് ഒന്നും നടക്കാൻ പോകില്ല. പിന്നെ അവനെ കെട്ടിയിട്ട് വേറെ കാര്യമുള്ള ആൻറ്റി, അതാണ് മോളെ. എന്തായാലും അവൻ്റെ തന്തേനെ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന പോലെ ഞാൻ വേറെ ചാടിക്കും. അറിയാം, സ്വത്ത് കൊണ്ട് മാത്രം. അത് തന്നെ ഇവൻ്റെ കാര്യത്തിൽ നീ നിന്നാൽ മതി, ഞാനും നിൽക്കുള്ളൂ ആൻറ്റി. അവനെപ്പോഴും ഒരാളാ ഇത് പെണ്ണിനെ ഇഷ്ടമാകാത്ത, ഞാനും അതിനുണ്ട് എന്നെ നിൽക്കുന്നത്. ഓ, ഇത്രയും നേരമായിട്ട് വരാത്ത എന്താ? അതായി ഞാൻ വഴി പോയോ? സമാധാനവും കിട്ടുന്നില്ല ഈശ്വര. സാർ, മേ ഐ കമിൻ? ആ ആ സാർ, എവിടെയാണ് വെള്ളം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് തുടയ്ക്കായിരുന്നു. സാറൊന്നും മാറിയിരുന്നെങ്കിൽ എനിക്കൊന്ന് പക്ഷേ വെള്ളമൊന്നുമില്ല, എനിക്ക് ഇതിനോട് സംസാരിക്കണമായിരുന്നു. അതാണ് ഞാൻ വെള്ളം എന്ന് പറഞ്ഞത്. നീ ഇവിടെ ഇരിക്കുക. ഇല്ല സാർ, ഇവിടെ ജോലി ഇല്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാനെന്തായാലും പോവാണ്. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അശു, എനിക്ക് പോകല്ലേ? അശു പ്ലീസ്, ഞാൻ പറയട്ടെ. എന്ത് പറയട്ടെ? സാർ എന്നെ കഴിയുന്ന ഇവിടെ ദൈവത്തെ പിടിക്കുന്നത് എന്നോട് ചോദിക്കാതെ എൻ്റെ ദൈവത്തെ പിടിക്കുന്നത് തന്നെ തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് സാർ സംസാരിക്കും. അശു നിനക്ക് എന്താ, നീ എന്തെങ്കിലും സംസാരിക്കണേ? നീ എന്താ മാറി നിൽക്കി? ഐശു ഓക്കെ, ഞാൻ തൊടുന്നില്ല. പോരെ, നിൻ്റെ പ്രശ്നം എന്താണ്? നീ എന്താ എന്നോട് എന്നെ കാണാൻ പോലും മുഖം തിരിച്ചറിയണേ? നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇഷ്യൂ? ഇന്നലെ അതിനകത്ത് കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പം എന്താ? ഇപ്പോൾ ഒന്നുമില്ല, ഇന്നലെ പോലെയല്ലേ ഇപ്പോൾ. ഓക്കെ, ഇന്നലെ എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് സാർ ഇടപെടേണ്ട കാര്യമില്ല. സാറിൻ്റെ ബോസാണ് അത്രയിന്. ഈ വീട്ടിൽ സാറിൻ്റെ വീട്ടിൽ ചെയ്യുന്ന ജോലി ഒരു മെയ്ഡ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ ഇന്നലെ കിച്ചണിൽ നടന്നാണെങ്കിൽ അത് സാർ മറന്നേക്ക്. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി. സാറ് തിരിച്ച് കിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് തെറ്റി തന്നെയാണ്. സാറിന് മറന്നേക്ക്. ഞാൻ അത് ഖേദിക്കുന്നു അത് ചെയ്തതിന്. ഐശു അങ്ങനെയല്ല, അത് നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമല്ല. അത് നമ്മൾ കിസ് ചെയ്തു, അത് വലിയ തെറ്റൊന്നുമല്ല ഐശു. ഇനി എനിക്കൊരൊറ്റ ദിവസം കൂടെ സമയം തരാം. എനിക്ക് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു ദിവസം ഒരു 5 മണിക്കൂർ തന്നാൽ ശിവ വരുന്നവരെ മാത്രം. അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ടൊരു ആൻസർ ഞാൻ തരാം. അതുവരെയെങ്കിലും നീ ഒന്നും നിൽക്കാതിരിക്കും. ഞാനിപ്പോൾ എങ്ങനെ നിന്നാലും നിന്നില്ലെങ്കിൽ സാറിനിപ്പോൾ എന്താണ് പ്രശ്നം? ഞാൻ ഒരു സാധാരണ വീട്ടിലെ ആളാണ്. നിങ്ങളെപ്പോലെ പൈസയിൽ ജനിച്ച് വീണ ആളല്ല ഞാൻ. എനിക്കൊരു അമ്മ ഉണ്ട്, കഷ്ടപ്പെടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സോ എനിക്ക് അവരുടെ കാര്യം നോക്കിയേ പറ്റൂ. പിന്നെ സാർ എന്തായാലും ഓരോന്നും മറച്ചു വെച്ച് ഓരോന്നും ചെയ്യുന്നത് അത്ര ശരിയല്ല സാർ. ഇപ്പം സാർ എന്നോട് ചെയ്തത് നാളെ വേറെ ആൾ ചെയ്യില്ലെന്ന് ആര് കണ്ടു? എന്തായാലും സ്വന്തം പെണ്ണ് മറന്നിട്ടല്ലേ, എൻഗേജ്ഡായ പെണ്ണ് മറന്നിട്ടില്ല സാർ ഈ ഓരോന്ന് കാണിക്കുന്നത്. ആരും ഒന്നും അറിഞ്ഞില്ലെന്ന് വിചാരിക്കേണ്ട സാർ. എനിക്ക് നന്നായിട്ടറിയാം സാർ എൻഗേജ്ഡ് ആണെന്ന്. എനിക്ക് നന്നായിട്ടറിയാം. ഇന്നലത്തോടെ ഞാൻ എല്ലാം അറിഞ്ഞു. സോ എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് എനിക്ക് പറയാൻ എനിക്ക് ഉറപ്പ് തോന്നും. എൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റ് തന്നെയാണ്. ഇനി ഞാൻ അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കിക്കോളാം. സാറിൻ്റെ പ്ലീസ് എൻ്റെ ഇന്ന് മാറി തരണം. ഞാനിവിടെ ജോലി വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുള്ളൂ. അത് പ്ലീസ്, അതും വരും പ്ലീസ്. ഇന്നൊന്ന് വെറുതെ വിടും. സ്റ്റോപ്പ് ഇറ്റ് ഐശു. ഒരുപാട് നേരമായി നീ. എൻ്റെ കൺട്രോൾ പോവാണ്. ഞാൻ എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രം. ഞാൻ ആരെയും മാരേജ് ചെയ്യാൻ ഒന്നിനും ഞാൻ പോകുന്നില്ല. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റി തെറ്റാണെന്ന് വെച്ചാൽ അല്ല, ഞാൻ നിന്നെ അറിഞ്ഞുകൊണ്ട് കിസ് ചെയ്തത് തന്നെയാണ്. എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നി അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അതെനിക്ക് ഖേദിക്കുന്നില്ല ഞാനതിന്. അപ്പോൾ സാർ സമ്മതിച്ച് അറിഞ്ഞുകൊണ്ട് കിസ് ചെയ്തതാണെന്ന്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി ഒരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയരുത്. ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. ഞാൻ ഇനി സാറിൻ്റെ വഴിക്ക് വന്നു പോകില്ല. സത്യം. എൻ്റെ എന്നാ പിന്നെ പോടാ. ഇത്രയും പടം നിനക്ക് മനസ്സിലാകുന്നു. പോടാ ഇറങ്ങി നീ. അല്ല പിന്നെ നിൻ്റെയൊക്കെ മുന്നിൽ താഴ്ന്ന എനിക്ക് വയ്യ. നീ എല്ലാവർക്കും എന്നെ തോപ്പിക്കാനല്ലേ? പോന്നേ.
ആ ഇച്ചിരി നീയാണ് എൻ്റെ പൊന്നുമത്തി. ഇത് കുടിക്കുമ്പോൾ എന്താ ഒരു ആശ്വാസം. എന്തൊരു ആശ്വാസമാണ് എൻ്റെ ദൈവമേ. എൻ്റെ ജീവിതം പട്ടുനാക്കിയേ. എവിടെ ഇങ്ങ് വന്നേ. ആ നീ വല്ല അറിയുന്നുണ്ടോ? നീ എവിടെയാണ്? 1.5 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നത്. അന്നോട്ട് ഇന്ന് വരെ ഇല്ല എസ്തർ ഉറങ്ങിയിട്ടില്ല എന്നായിട്ട്. ഇപ്പൊ നീ അറിയണോ, ഇന്ന് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. അവനും പോയി. ഞാൻ ചതിയനാണ്, വഞ്ചകനാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവൻ്റെ അടുത്ത് വേറെന്തൊക്കെ ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെയാണ് അവൻ പറയണ. നീ അവന് ഒന്നാണോ? ഓ എൻ്റെ കൂമ്പ്, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. ഓ ഈ നായിൻ്റെ മോൻ വിളിച്ചിട്ടെടുക്കാത്തത് കൊണ്ട് ഇവ ചത്ത ഒരാവശ്യം. അടിപൊളി. ഇതെന്ത് തേങ്ങ ഇവിടെ കാണിക്കുന്നത്? ഡാ നീ ഇവിടെ എന്ത് മാങ്ങാടിയാടാ കാണിക്കുന്നത്? ഡാ വന്നോ ശിവമോ വന്നോ? എവിടെയാണ് നേരം? നീ വാ, എനിക്ക് കമ്പനി താ. ഓ നിന്റെ അമ്മൂമ്മേരെ നിന്റെ ഫോൺ എവിടെയാടാ പുള്ളി? എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നത്. ഒരാവശ്യത്തിന് വിളിച്ചാൽ നീ എടുക്കരുത് കേട്ടോ. നീ എന്തിനാണ് കിടന്ന് കുടിക്കുന്നേ? എടാ കുടിച്ചാൽ വൈകിട്ട് കിടക്കണം. ഈ പോതില്ലെന്താ കുടിക്കുന്ന? എന്താ കുടിക്കാനാണ് ശിവ? കാര്യമില്ലാത്ത കാര്യമുണ്ട് എനിക്ക്. എല്ലാം പോയി. അത് പിന്നെ എവിടെ എന്തായി? നീ പോയിട്ട് വല്ലതും കിട്ടിയോ? കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. കിട്ടിയില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയോ? എനിക്ക് അതിൻ്റെ പിറകെ പോണ്ട, എനിക്ക് മതി. അതെന്ത് പെട്ടെന്ന് അതിൻ്റെ പിറകെ പോണ്ടെന്ന്? കിട്ടാളതാനോ കിട്ടി. അല്ല നീ എന്തിനാണ് ഈ മൂക്ക് മുട്ടൊക്കെ ഒന്ന് കുടിക്കുന്നേ? എടാ നിന്റെ നാവൊക്കെ കുഴഞ്ഞ്. എന്താടാ കാര്യം? എന്ത് കാര്യോ? കാര്യം ഞാൻ പറയാ. അവൻ പറയാ ഞാൻ ചതിയനാണ്, ഞാൻ മറ്റതാണ് മറിച്ചതാണെന്ന്. ശിവ ആര് പറഞ്ഞെന്ന്? ആര് പറഞ്ഞെടാ? നിനക്കെന്താ ബോധമില്ലേ? നീ എന്തിനാണ് ഈ കുടിക്കുന്നത്? നിർത്ത്. എത്ര നിന്റെ കുടലടിച്ചു നീ ഇങ്ങനെ കുടിക്കാത്തതാണ്. നിനക്കിപ്പോൾ എന്ത് പറ്റി ഇത്രയും കുടിച്ച് ഇതാക്കാൻ? എന്ത് ചെയ്യാനാടാ? എന്ത് കാരണം? നിനക്കറിയോ ഐശു ഇല്ലേ? ആ ഐശു, അവനെ ഞാൻ ഇന്നലെ ഒരു കിസ് അടിച്ച്. വേറെ കിസ്സല്ല, ലിപ് ലോക്ക്. അയ്യോ എടാ നീ ഇന്നലെ ഐശുവിനെ കിസ് അടിച്ചെന്നോ? ഉള്ളത് തന്നെയാണോ? അതോ നീ ഈ കളിൻ്റെ പുറത്ത് പറയുന്നതാണോ? എത്ര എടാ ഞാനങ്ങനെ കളിൻ്റെ പുറത്ത് പറയുമോ ശിവ? അല്ല, എന്നാ ഞാൻ കിസ്സടിച്ചു. നിനക്കറിയോ അവൻ്റെ സുന്ദരനാണ്. എനിക്ക് അവനെ കണ്ടിട്ട് കിസ്സടിച്ച് എന്തൊക്കെ തോന്നി. എനിക്ക് എന്തോ അവനോട്. നിനക്കെന്തവനോട്? എന്താടാ? എന്താ സാറേ? അവൻ്റെ പറയാ, അവൻ ഇന്ന് പറയാ ഞാൻ അവനെ ഞാൻ പറ്റിച്ചു. എടാ നീ എൻ്റെ പൊന്നു മോനെ നീ എന്നെ കിസ് അടിച്ചു എന്ന് പറഞ്ഞു. ഒന്ന് തെളിച്ച് പറ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞുതരാ. എന്ത് പറയാനാടാ? ഇന്നലെ ഞാൻ ഐശുവിനെ പിടിച്ച് കിസ് അടിച്ച്. ആദ്യം ഞാൻ റൂമിൽ വന്ന് എന്തൊക്കെയോ സറ ഇന്ന് അറിഞ്ഞിട്ടൊക്കെ പോക്കാോ എൻ്റെ ചെവി. എന്നിട്ട് ഞാൻ വഞ്ചകനാണെന്ന് പറഞ്ഞടാ. ഞാൻ അങ്ങനെ പറഞ്ഞു? ചിരി നിന്റെ കൂട്ടുകാര വാള വയ്ക്കല്ലേ എൻ്റെ പൊന്നോ. ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? ചിരിയതാണ് ചിരി. ഇവിടെ നെഞ്ച് പൊത്തി നടക്കുക. കടലിൻ്റെയും കായൽ അതിൻ്റെ മണ്ടയിൽ നിൽക്കുക. എനിക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞൂടാ.
എന്നിട്ട് നിനക്കറിയോ, അവ എൻ്റെ മുഖത്തോക്കി പറഞ്ഞ് ഞാൻ ചതിയനാണെന്ന്. എസ്തർ ചതിയനാണെന്ന് അവ എൻ്റെ മുഖത്തോക്കി പറഞ്ഞു. നിനക്കറിയില്ലേ ശിവ, എസ്തർ ചതിയനാണോ? എസ്തറിനെല്ലാം എല്ലാവരും ചതിച്ചിട്ടുള്ളത്. ഞാൻ ആഗ്രഹിച്ച എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ അമ്മച്ചി വരെ എന്നെ ഇട്ടിട്ട് പോയില്ല, ഒറ്റയ്ക്കാക്കിയില്ല. എന്നിട്ട് ഞാൻ ചതിയനെന്ന്. ഓ എൻ്റെ പൊന്നെസ്തറേ, അത് മതി മതി, നിർത്ത്. നീ അത് പിടിച്ച് തൂങ്ങണ്ട. ഇല്ലടാ, ഞാൻ തൂങ്ങൂല, ഞാൻ ഒന്നിനും തൂങ്ങൂല. ഇന്നത്തോ ഇതിനൊരു തീരുമാനം എസ്തർ ഉണ്ടാക്കും. എന്നിട്ടേ വേറെ പരിപാടിയുള്ളൂ. ഓണൊരൊക്കെ പോട്ടെ. അത് തന്നെ, നീ ഐശ്വര്യങ്ങ് വിട്. അത് പോട്ടെ, അത് ഒരു അബദ്ധം പറ്റിയതല്ലേ, അതങ്ങ് വിട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിൻ്റെ മാല അറിയാലോ, അതിനെ 1.5 വർഷമായിട്ട് എൻ്റെ പിറകെ കിടന്ന് ഓടി അവസാനം അത് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ വരുന്ന ആളാ. അപ്പം നീ ആശുവിൻ്റെ വഴിക്ക് വിട്. അവൻ പോട്ടെ, ഒരു അബദ്ധം കൊച്ചു ചേർക്കാൻ ഒന്നും അറിഞ്ഞു. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ കൊച്ചു ചേർക്കല്ലേടാ, അവൻ എന്തറിയാം, അവനൊരു അബദ്ധം പറ്റിയതായിരിക്കും. നീ അതങ്ങ് വിട്. നീ ഇത്രയും നാൾ കഷ്ടപ്പെട്ടു. വെള്ളം ഓടിക്കണം. ഇവിടെ ഞാൻ അർജൻറ്റായിട്ട് കാര്യം പറയുമ്പോൾ അവൻ വെള്ളം ഓടിച്ച് ഞാനെല്ലാവരെയും ഇല്ല, ഞാൻ ആരെയും വിധൂല. പിന്നെ ഐശുവിൻ്റെ കാര്യം എനിക്കറിയുന്നൊരു കുളിരാവാൻ്റെ അകത്ത് വരുമ്പോൾ ആരെന്നൂടാ അറിയൂല. ഇവിടെ വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം, അല്ലാതെ എൻ്റെ നെഞ്ചത്തോട് തീർക്കരുത്. ഞാൻ എന്തായാലും നിൻ്റെ മാരമുള്ള പയ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അവൻ മതിയടാ, നല്ല സൂപ്പർ ചെറുക്കനാണ്. നീ വിചാരിച്ചോടെ തന്നെ ചെറുക്കൻ തന്നെ അത്. അവിടെ പോയി അവരെ വീട്ടിൽ പോയി കണ്ടുപിടിച്ചിട്ടാണ് വന്നത്. ഫോട്ടോയും കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് നോക്കാൻ. നീ കണ്ടുപിടിച്ചോ? സീരിയസ് ആയിട്ട് നീ കണ്ടുപിടിച്ചോ? ആടാ, ഞാൻ സീരിയസ് ആയിട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവന്നേ. നോക്ക്, നീ നോക്കരുതെന്ന് പറയരുത്. ഇവട്ടെങ്കിലും നോക്കങ്ങോട്ട്. നോക്കാം എടുക്ക് പോണ് നോക്കട്ടെ. ഇത് കണ്ണ് കാണാൻ വയ്യടാ. ഇതെന്ത് 2 പേരോ? ഇവിടെ ഒരാളെ ഓക്കെയാ, ഒരാളെ മാലയാ. അത് കണ്ണ് കാണാൻ വയ്യല്ലോ അമ്മേ. ഇത് കണ്ണ് കാണാൻ. ഹായ് ഐഷു. ഇത് ഐഷുവാ. നീ ഐഷുവിന് പോതെ മാറി. ഐഷു ആരാ? എന്നാ ഭംഗിയാടാവേ, കൊച്ചു പിള്ളാരെ പോലെ ഉണ്ട്, ചുണ്ടരന. എന്നാ പിന്നെ കേട്ടോ, ഈ ഐഷു ആണ് ഇത്രയും നാൾ നീ തിരക്കി ആ ആള്. ആടാ, ഇത്രയും നാളെ നമ്മൾ തിരക്കി 1.5 വർഷം കൊണ്ട് ആ മാലയുടെ ഉടമയാണ്. ആ ഉടമയാണ് ഈ മുന്നിൽ നിൽക്കണം വൈദിഷ്, നിങ്ങളുടെ ഐഷു. വെള്ളം ഒടിച്ചിരിക്കണ ഞാനാണ്, അല്ല നീയല്ല. നീ എന്താണ് എന്നെ കളിപ്പിക്കണതാ? ഇത്രയും നാൾ അതിന് നീ അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വെച്ച് ഞാൻ വെള്ളം ഒടിച്ചേക്കുമ്പോൾ എനിക്ക് ഐശ്വര്യോട് ചെറിയൊരു ഇതുണ്ടെന്ന് പറയാൻ നീ അവൻ്റെ ഫോട്ടോ വെച്ച് എന്നെ പഠിക്കാൻ നോക്കണടാ പുല്ലേ. എൻ്റെ കയ്യിലെ ഇടിയാണ്, ഞാൻ ഇതൊന്നും മറക്കത്തില്ല. നാളെ ഞാൻ ഇതെല്ലാം ചേർത്ത് നിനക്ക് ഇഞ്ചി അടിക്കുമ്പോൾ ഇടിയും ഞാൻ. നാടി, ഇത്രയും കഷ്ടപ്പെട്ട് നിൻ്റെ കൂട്ടുകാരന്മാരെ ആരെങ്കിലും ചെയ്താടാ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പോയി പിടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ഇത് തന്നെയാണ് സത്യം. ഇത്രയും നാൾ കാത്തിരുന്ന ആ മാലയുടെ ഉടമ 1.5 വർഷം നീ നോക്കിയ നാൾ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു വൈദിഷ്, നമ്മൾ ഐഷു. നീ കളിക്കണല്ലോ, സീരിയസ് ആയിട്ട് ഐഷു ആണോ അത്? എനിക്ക് പറ്റിക്കണല്ലോ. എനിക്ക് പൈസനെ കാണണം. എനിക്കിപ്പോൾ കാണണം. അവൻ പോയാ? അവൻ പോയി. അവൻ വീട്ടിൽ പോടാ. ഇവൻ വിഷമത്തി എവിടെ പോവാ? നേരെ ഒന്ന് റൂമിൽ വീഴും, അല്ലാതെ എവിടെ പോവാ? എൻ്റെ ദൈവം, ഇതൊന്നും കാണാൻ വയ്യ. എന്നാലും അൺബിലീവബിൾ കേട്ടാ. എന്താണ് ഇത്രയും നാളും നമ്മൾ ഐശു വരുന്ന മാരേരോടമ്മ? ഇതുള്ളത് തന്നെയാണോ? അതാ നീ പറ്റിക്കണേണ? നീ നിന്റെ കാര്യം നോക്കി പോയേ. ഇവിടെ കഷ്ടപ്പെട്ട് ഞാൻ പോയി കണ്ടുപിടിച്ചിട്ട് ഉള്ളത് തന്നെയാണോ അല്ലേന്ന് വേണമെങ്കിൽ പോയി തിരക്കടാ. അല്ലെങ്കിൽ അവനോട് ചോദിച്ചു നോക്ക്, അത് ഉള്ളതാ. അവൻ തന്നെയാണ് എൻ്റെ ആള്.
ഞാൻ ഒരു 1.5 വർഷം തന്നെ ഇവനെക്കളി പറയാറുന്ന ഞാനാ. പിന്നെ അല്ലാതെ എന്നാലും എൻ്റെ ഈശോ, നമ്മളെ ഐശു എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര അടുത്ത് എന്നിട്ട് അല്ല, നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ച? അത് പറഞ്ഞിട്ടില്ല. എങ്ങനെ കണ്ടുപിടിച്ച? എന്തായാലും ഇവൻ്റെ ഒരു ക്ലൂവും തുമ്പൂലല്ലോ. ഏതാ വീട്ടിൽ വെച്ച് കണ്ടെന്നല്ലാതെ ഒന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെ കണ്ടുപിടിച്ചടാ? ആ ഒരു കഥൻ്റെ കഥയാണ്. ആക്ച്വലി ഇവനത് ഏതോ കടൽത്തീരത്തിൽ ഇരുന്നപ്പോൾ കിട്ടിയതാണ് ഇവൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടുത്തെ CCTV ഒക്കെ ചെക്ക് ചെയ്തു. എൻ്റെ ഭാഗ്യത്തിനോ ആരെയൊക്കെയോ ഭാഗ്യത്തിന് അതിനകത്ത് ആളുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്പിട്ട് മറിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ആ ചെയിൻ മാത്രമേ ഉള്ളായിരുന്നു. ആ ചെയിൻ ഞാൻ ഒരു ഗോൾഡ് ജുവലറി കൊണ്ട് കാണിച്ചപ്പോൾ സിൽവറാണ്. അത് ഒരു ബോയ്സ് യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്. അത് അതിൻ്റെ അപ്പുറത്തുള്ളൊരു ജ്വല്ലറിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവരുടെ കളക്ഷനാണോ അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ കളക്ഷൻ്റെ വാങ്ങിച്ച ആ ഡേറ്റും നെയിമുണ്ട്. മിസ്റ്റർ എന്തോന്ന് ഒരു വാദ്യർ രമണൻ, അയാളുടെ പേരായിരുന്നു. അയാളുടെ പേരിൽ തന്നെ എടുത്തത്. സോ അവരെ വീട് തപ്പി കണ്ടുപിടിച്ചു, അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ ആളില്ല. അങ്ങനത്തെ അവിടെ അമ്മൂമ്മയാണ് ഇവരുടെ ഫോട്ടോ കാണിച്ചു തന്നെ. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചത് ഐശുവാണെന്ന്. കാരണം അവർ തന്നെ പറഞ്ഞായിരുന്നു ഒരു 3-4 മാസം മുന്നേ അവർ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ അന്നെങ്കിലും ഞാൻ ഫോട്ടോ ഉണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഐശുവാണെന്ന്. കാരണം എനിക്ക് അന്ന് ചെറിയ ഡൗട്ടുണ്ട്. ആ മുഖം കണ്ടപ്പോഴത്തേക്ക് ഒരു ഇതുപോലെ ഞാൻ കണ്ടു. ഇപ്പം എന്താ, ഞാൻ കണ്ടുപിടിച്ചില്ലേ. നീയൊക്കെയാണെങ്കിൽ കുറേ മുക്കേനെ കേട്ടാ. ഈടാ കൊച്ചു കള്ള, ഇത്രയും എൻ്റെ ദൈവമേ, ഇവരൊക്കെ ബുദ്ധിമുട്ടാണ് നിൻ്റെ ഈ കുഞ്ഞു തലയ്ക്കകത്ത്. എന്നാലും എൻ്റെ പൊന്ന് മോനെ. അല്ല എന്താ പിന്നെ ഐശ എവിടെ? ഐശുവോ? അവ ഇവിടെ ഇല്ല. അവൻ ഇന്നലെയും മിനിഞ്ഞാന്ന് വന്നില്ല. 2 ദിവസം വന്നില്ല. വന്നില്ലെന്നോ? അവ എവിടെ പോയി? അല്ല അവൻ ഡെയിലി പറഞ്ഞാണല്ലോ. എനിക്കറിയില്ല. അവൻ ഇന്നലെ വന്നില്ല. അവൻ്റെ ജോബ് കിട്ടി, കുറച്ച് ദിവസത്തേക്ക് വരത്തില്ലെന്ന് അങ്ങനെ എന്തോ കൊണ്ട് പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ വരും. ഇതെന്നാ വിട്ടുള്ളൂ. ഇതെന്തോ പ്രശ്നമുണ്ടാകും എസ്തറേ. അവൻ എന്തോ തെറ്റിദ്ധാരണ പറ്റിയുണ്ട്. ചെന്ന് തിരുത്തണം എനിക്ക് നല്ലത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. വാ നമുക്കെല്ലാം കൂടെ പോയിട്ട് വരാം. വേണ്ട എടാ, എൻ്റെ വീട് എവിടെയാ? അവൻ്റെ വീട് ഇത് അവിടെ നിന്നൊരു 5 കിലോമീറ്റർ ഉണ്ട്, തൊട്ടപ്പുറത്താണ്. എന്താടാ? ഞാൻ പോണു, നിങ്ങളാരും വരെയൊന്നും വേണ്ട. എടാ എസ്തറ, എടാ അവൻ എന്താ പോണേ? അവനെ പിടികടാ, ഒത്തുപോവാടാ. ഇവൻ ചെന്നാവോ? എടാ നീ ഇല്ലടാ, ഞങ്ങളോട് പറയട്ടെ എസ്തറേ. എടാ എസ്തറേ, ആക്രാന്തം നോക്കിക്കേ. ആര് പറഞ്ഞാലും കേൾക്കൂല. ശരി, എന്തായാലും അവൻ പോയിട്ട് വരട്ടെ. നമുക്കിവിടെ ഇരിക്കാം. നമ്മളിവിടെ ഇരിക്കണ എന്തിന്? വാ നമുക്കൂടെ പോയിട്ട് വരാം. എന്തായാലും നമുക്കൂടെ ഒന്ന് എന്തൊക്കെ വരാം. വാ നമുക്കും പോവാം അങ്ങോട്ട്. ഞാനും കണ്ടിട്ടില്ലല്ലോ അവൻ്റെ വീട്. പോയിട്ട് വരാം. കൂടുതൽ ഇളവണ്ട. നീ അങ്ങോട്ട് പോകുമ്പോൾ ഇതെന്താടാ വെപ്രാളം? ആരെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടാടാ നീ? നിൻ്റെ മറ്റെല്ലവൻ അവിടെ ആണ്. പൊന്നു മോനെ, സത്യം പറഞ്ഞ നീ. എൻ്റെ അമ്മ, ഞാനൊന്ന് വെറുതെ പറഞ്ഞതാ. പോകുന്നില്ല. ആരാ? എന്താ ഇവിടെ? കണ്ടിട്ടില്ലല്ലോ. എന്താ കുട്ടി? ആക്ച്വലി ആൻറ്റി, ഞാൻ ഐശു വർക്ക് ചെയ്യുന്നിടത്ത ബോസാണ്. എൻ്റെ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐശുവിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ ഇല്ലായിരുന്നു. വരൂ കയറി വരൂ സാറേ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കയറി വന്നോളൂ. ഐശു വീടിനുള്ളിലുണ്ട്. വായോ സാറേ. സാറിരിക്കൂ. ഞാൻ പെട്ടെന്ന് ഇതിൽ കുടിക്കാൻ എടുക്കട്ടെ? ഐശു പറയാറുണ്ട് അവിടുത്തെ ബോസ് മോനാണെന്ന് എനിക്കറിയില്ല. ഇരിക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരുന്നാണോ മോനെ? അയ്യോ ആൻറ്റി, എനിക്ക് കുടിക്കാനൊന്നും വേണ്ട. ആക്ച്വലി ഞാൻ ഐശുവിനെ കാണാനാണ് വന്നത്. എനിക്ക് അർജൻറ്റ് ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ജോലിക്കൊന്നും വരുന്നില്ലല്ലോ. ഒന്ന് വിളിക്കാവോ അവന്? ഐശു അവൻ മേളിലെ റൂമിലുണ്ട്. അവിടെ അടച്ചിരിക്കാം. ഞാൻ വിളിക്കാം മോനെ, നീക്ക്. ഏയ് ആൻറ്റി, വിളിക്കണ്ട. റൂമിലെന്ന് പറഞ്ഞാൽ ഞാൻ കയറിക്കണ്ട. എനിക്ക് കുറച്ച് ദിവസമായിട്ട് സംസാരിക്കാനുണ്ട്. എനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ. എന്ത് വിരോധം? എന്തേ ഇവിടെ നിന്ന് പോയിട്ട് 3-ാമത്തെ റൂമാവിൻ്റെ. അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട്. ഫോണിൽ കളിച്ചിട്ടിരിപ്പുണ്ട്. കുട്ടി ചെല്ലി, ഞാൻ വല്ല കുടിക്കാൻ എടുക്കാം. ശരി ആൻറ്റി.
സാറെന്താ ഇവിടെ? എൻ്റെ റൂമിൽ എന്താ സാറ്? മാറേക്ക്, എനിക്ക് പോകണം. മാറ ഐശു, നിക്ക് ഐശു പ്ലീസ്. എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടിട്ട് പോ. ഐശു പോവരുത്, വീട് ഐശു ഞാൻ പറയട്ടെ. ഐശു നീ പോവരുത്. എടാ നീ പറഞ്ഞ് കേട്ടിട്ട് പോ. എടാ എനിക്ക് പറയാനുണ്ട്, നീ കേക്ക്. എന്ത് പറയാനുണ്ടെന്ന്? എന്ത് കേൾക്കാനാണ്? പ്ലീസ് എനിക്ക് എന്നോട് സംസാരിക്കണം. അതിനു മുന്നേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാ. എല്ലാം ഞാൻ കണ്ടുപിടിച്ചതാ. പക്ഷെ അന്ന് നീ പറ, എന്തിനാണ് എനിക്കിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ അതിനെ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ അതെങ്കിലും ഒന്ന് എനിക്ക് ഇതിനകത്ത് മാത്രം കേട്ടാൽ മതി. പ്ലീസ് പറ ഐശു, പറയണല്ലേ? പറയാം, എന്തിനാ ഞാൻ പറയാം. ഐശു നീ എന്തിനാ കരയണേ? എടാ നീ എന്നെ ടെൻഷൻ ആക്കാതെ. ഇനി എന്തെങ്കിലും പറയും. ഞാൻ അതിന് മാത്രം നിനക്ക് ഇത്രയും എൻ്റെ അടുത്ത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ഇഷ്യൂ ചെയ്തത്? എനിക്കത് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കെല്ലാം തോന്നുന്നതായിരിക്കുമല്ലേ? ഇതാ നോക്ക്, ആ ഫോണിനകത്തുണ്ടല്ലോ, അതിൽ കണ്ടാൽ മനസ്സിലാവും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ. നോക്കിക്കോ അങ്ങോട്ട്. ഫോണിനകത്തോ? ഇതിനകത്തെന്താ? ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ഗേൾഫ്രണ്ടിൻ്റെ നേക്കഡ് പിക്സ്, എൻഗേജ്മെൻറ്റ് പിക്സ്, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാ എന്നെ ചീറ്റ് ചെയ്തോല്ലോ? എനിക്ക് തോന്നിയ ഫീലിങ്സ് ഞാൻ കുറച്ച് വെക്കാൻ നോക്കിയതേ ഉള്ളൂ. ഐശു പ്ലീസ് എന്നെ നോക്ക്. എടാ ഇതൊന്നും സത്യമല്ല. എൻ്റെ അമ്മ സത്യമായിട്ട് എന്നെ മരിച്ചു, എൻ്റെ അമ്മച്ചിയാണ് സത്യമായിട്ടും. ഇതൊന്നും സത്യമല്ല ഐശു. എടാ ഞങ്ങൾ എൻഗേജ്ഡാണ്. പക്ഷേ നിനക്കൊന്ന് നോക്ക്, ഇതൊക്കെ എഡിറ്റഡാണ്ടാ, അല്ലാതെ ഒന്നുമില്ല. നോക്ക് ഐശു, എനിക്ക് നിന്നെ ഒരുപാട് കാര്യം പറയാനുണ്ട്. നീ വിചാരിക്കുമ്പോൾ എനിക്ക് ഇന്നലെ തോന്നിയ ഫീലിങ്സ് അല്ല ഇത്, വർഷങ്ങളുണ്ട് തോന്നുന്നത് ഐശു പ്ലീസ്. പിന്നെ നീ പേടിക്കണ്ട. ഇത് ചെയ്തത് ആരാലും നിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഇത് ഞാൻ നിനക്ക് തന്ന വാക്കാണ്. എന്നോട് സംസാരിക്കണം, ഒരുപാട് സംസാരിക്കാനുണ്ട്. നീ ഞാൻ പറയുന്ന കേക്ക്. ആ കാര്യത്തിൽ നീ പേടിക്കണ്ട ഐശു. നീ എന്നോട് സംസാരിക്കണം. ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ? എൻ്റെ മണം എനിക്ക് പറ്റുന്നില്ല ഐശു. എനിക്കെന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു 1.5 വർഷം മുന്നേ നിനക്ക് ഓർമ്മ ഉണ്ടാകുന്നോ? ഞാൻ ഒരു ബീച്ചിൽ വന്നു. അന്നേരം നിൻ്റെ ഒരു സാധനം കിട്ടി. ഞാൻ നിനക്കത് കാണിച്ചു തരാം. അത് നിൻ്റെതാണോ അല്ലെന്ന് പറയാ നീ ഐശു. എന്താ ഐശു, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് വിശ്വാസം ഉണ്ടോ? നിനക്ക് വിശ്വാസം കുറവ് എന്തെങ്കിലും ഉണ്ടോ എപ്പോഴെങ്കിലും? പറ. എനിക്കിത് കട്ടപ്പോ പറ ഐശു, എനിക്കിത് കട്ടപ്പോ എനിക്ക് ഞാൻ ആരെയൊക്കെ ചീറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അല്ലാതെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നീ ആരും ചീറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ആരോടും ഫീലിങ്സ് ഇല്ല. എനിക്ക് പെമ്പിളോട് ഫീലിങ്സ് ഇല്ല ഐശു. എനിക്ക് ഫസ്റ്റ് തോന്നിയ നീയാണ്. നീയാണെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. നിന്നോട് ഒറ്റ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ, അത് മാത്രം ഐശു. എന്താ ഇത് നിൻ്റെയാണോ? പറ ഐശു, ഈ മാല നിൻ്റെയാണോടാ? ഐശു പ്ലീസ് എന്നെ ഇങ്ങനെ ധർമ്മസങ്കടം നടത്തരുത്. നിൻ്റെയാണോ അല്ലേ? ഒരൊറ്റ വാക്ക് മതി. ആണ്. ശരിക്കും നിൻ്റെയാണല്ലോ. If I do something, sorry, I can't. I love you, sure.
എനിക്ക് വേദനിക്കാൻ എനിക്ക് I love you, Shu. I love you. I love you so much. I can't. You really need you. I should give you. I love you. I love you, teacher. I love you too. I love you, Shu. I love you, teacher. I love you, Shu. Shu. ചെയ്യാനെടുക്കുന്നുണ്ടോ ചെറുതായിട്ട് കണ്ടില്ലല്ലോ ആ സമയത്തൊക്കെ ലവേശു അല്ല വീട്ടിൽ ചായ എനിക്ക് ഇനിയും വേണം ഇനിയും ഇനിയോ എടാ നീ മരിച്ചു പോവും ഇല്ല എന്നാ നിന്റെ ആഗ്രഹം നടത്താം ശരിക്കും അല്ല ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് വെച്ചുകൊണ്ടിരുന്നത് നല്ലതല്ലല്ലോ. നീ ഇത് വിളിച്ചു വരുത്തിയിട്ട് കുറേ നേരമായല്ലോ. ഞങ്ങളെല്ലാവരും മണ്ടന്മാരാക്കാൻ നോക്കുവാണോ നീ? ഇത് എത്ര നേരമായി? അതെ, വല്ല പറയുകൊണ്ട് നീ പറ. ഞങ്ങൾക്കും ബിസിയാണ്, ഞങ്ങളും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. കുറേ നേരോട് നീ ഇവിടെ വിളിച്ച് നിർത്തിയിരിക്കുക. എന്തോ വിസ്താരണ ചെയ്യാൻ പോകും പോലെ. എന്താ? ഓ കൂൾ ഡൗൺ മാഡം. എനിക്ക് സംസാരിക്കാനുള്ളത് ക്രിസ്റ്റീനോടാണ്. എന്നോട്? എന്താ നിനക്കെന്താ എന്നോട് സംസാരിക്കാനുള്ളത്? നിന്നോട് സംസാരിക്കാനുള്ളത്. നീ എന്തിനാ ആരെ കാണിക്കാനാ ആ നേക്കഡ് പിക്സും നമ്മുടെ എൻഗേജ്മെന്റ് പിക്സൊക്കെ ഐശുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത്? എന്താ അടിസ്ഥാനത്തിലാ? നേക്കഡ് പിക്സോ? ആരി? ഞാനോ? ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവരെ അയച്ചു കൊടുക്കാൻ ഇവനാരാ? നിർത്താടി മാറ്റം. എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പില്ല ക്രിസ്റ്റീന. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് നീ വിചാരിച്ചോ? നിന്നെപ്പോലെ മോണ്ടല്ല ഞാൻ.
നീ എപ്പോൾ അയച്ചു കൊടുത്ത ഏത് സമയം അയച്ചു? പിന്നെ എന്തിനാണ് ഈ ഫോൺ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? നിൻ്റെ എല്ലാ കാര്യം കണ്ടുപിടിക്കാൻ എനിക്ക് അറിഞ്ഞില്ലാത്തതുകൊണ്ടല്ല, ഒരു നിമിഷം മതി എനിക്ക്. അത് മുഴുവനും ഞാൻ ഇവിടെ പറഞ്ഞാലേ നിൻ്റെ താനെ നിൽക്കുന്ന നിൻ്റെ ഇവർ തന്നെ ഈ എൻഗേജ്മെൻറ്റിൽ നീ കല്യാണത്തിൽ നിന്ന് മാറിപ്പോവും. അവൾ വന്നിരിക്കുക. എനിക്ക് ആരുടെ അടുത്ത് ഇഷ്ടം തോന്നുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇനി എൻ്റെ ലൈഫിൽ നീ കയറി വന്ന ഒന്ന് കളഞ്ഞേ. എടാ നിനക്കെന്താ? നീ എന്താണ് എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിക്കുന്നേ? അവൾ എന്താ അയച്ചെന്നാ? അവൾ ആർക്കാ വെക്കുന്ന? അവൾ എന്തെങ്കിലും ഇപ്പം അയച്ചെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. നീ ചുമ്മാലേക്ക് അതും പറയാതിരിക്കും. ഇതേ എൻ്റെ അപ്പ കിട്ടിയ രണ്ടാമത്തെ ഭാര്യ. എൻ്റെ അമ്മച്ചി പോയ സമയത്ത് നിങ്ങൾ കയറി വന്നതാണ്. അന്നു മുതലേ എനിക്ക് നിങ്ങൾ സൂര്യൻ തന്നിട്ടില്ല. എന്നെ കൊണ്ടും അടുപ്പിക്കരുത് നിങ്ങൾ. കാരണം എനിക്ക് അടിച്ച് പുകയെ പല വട്ടം തോന്നിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എന്നെ നിയന്ത്രിച്ച് വെച്ചത് കൊണ്ടാണ്. ഡാ എസ്തറേ, നീ എന്തൊക്കെ പറഞ്ഞേ? അതിരി കിടക്കുന്നുണ്ടോ എസ്തറേ നീ? കേട്ടോ, ഇത് നിൻ്റെ അമ്മച്ചിയാ. നിൻ്റെ അമ്മച്ചി പോയ ഇത് നിൻ്റെ അമ്മച്ചിയാ. പറയുമ്പോൾ ഓരോ വാക്കും സൂക്ഷിച്ച് പറയണം. അല്ലെങ്കിൽ അത് തന്നെ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ മോന്. അവന് എന്നെ കാണുമ്പോൾ ഒരു കുഴപ്പം, അവന് വേറെ ഒരു കുഴപ്പമില്ല അവന്. എടാ ഞാൻ നിൻ്റെ അമ്മയാണ്. ഈ മാലിക്കൽ സ്വത്തിലെ കുറച്ച് അവകാശമല്ല, പകുതി അവകാശം എനിക്കാണ്. അത് നീ മറക്കണ്ട. ഈ സ്വത്തിൻ്റെ പകുതി പോലെ ഇവിടെ ആരുടെ പേരിലുള്ളൂ. ഫുൾ എൻ്റെ പേരിൽ അപ്പ എഴുതി വെച്ചിരിക്കുന്നത്. അത് പപ്പയ്ക്കും അറിയാം. പിന്നെ നിങ്ങൾ ആ പപ്പ എന്താണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? പപ്പയുടെ ഫോൺ കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു. ഇത്രയും നല്ല എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഇതാ ഇവിടെ നിന്ന് ഞാനൊന്നും അറിയുന്നത്. ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്ന് നോക്കൂ പപ്പ, നോക്ക്. ഇനി പറ, ഇനി എന്തെങ്കിലും പപ്പയ്ക്ക് പറയാനുണ്ടോ? ഇല്ല, എനിക്കൊന്നുമില്ല പറയാൻ. നിങ്ങൾക്കൊന്നും പറയരുത്. നിങ്ങളെന്താ? നിർത്ത് ഡൈസി. ഒരുപാട് നാളാണ് ഞാൻ കേൾക്കുന്നു. ഞാൻ പലതും കണ്ടിൽ നിന്ന് വെച്ച് എൻ്റെ മകനെ വരെ തള്ളി പറയാൻ നിൻ്റെ കൂടെ ജീവിക്കാനാണ്. അതിന് നീ എനിക്കിനൊന്നും പറയാനില്ല. നിങ്ങൾ അവരെ കൂടല്ലേ? നോക്കിക്കോ ഇസ്രായേൽ, ഇതിവിടെ വെച്ച് അവസാനിച്ച് നീ വിചാരിക്കണ്ട. നിന്നെ പൂട്ട് ഞാൻ. നിങ്ങളെങ്ങനെ? എൻ്റെ പേര് എബ്രഹാം എന്നല്ല, ഇത് എസ്തർ എബ്രഹാമാണ്. ഓക്കെ, പിന്നെ ഇറങ്ങിക്കോ. ജനി, ഇതാ നിൻ്റെ റിങ്. ഇനി ഒരു ബന്ധവും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ദാ ഇവനോട്ട് കെട്ടി ഞാൻ ജീവിച്ചിരിക്കും. കേട്ടോടി? മനസ്സിലായി. എന്നാ പിന്നെ പോവാൻ നോക്ക്. കല്യാണത്തിന് ഞാൻ വിളിക്കാം. എൻ്റെ അമ്മായിനെയും കൊണ്ട് പെട്ടെന്ന് വിട്ടോ. ഇവിടെ ഈ വെള്ളം വേവത്തില്ല. വാ മോളെ, നമുക്ക് പോവാം. പോകുന്നു നോക്കേ, വണ്ടി പോയി അണ്ണാനെ പോലെ. പിന്നെ ഗായ്സ്, എനിക്ക് നിങ്ങളോട് പറയാണ്ട് എൻ്റെ ലവറിൻ്റെ പേര് വാട്ട്? സീരിയസ്ലി? പോരട്ടെ. ഇനിയെങ്കിലും നീ പറ, നീ പ്രേമിക്കുന്ന ആളാരാണ്? പറയടാ. അത് പിന്നെ നിങ്ങൾ ഞെട്ടും, എന്നാലും ഞാൻ പറയാം. അത് പിന്നെ നമ്മുടെ ഐശുവിൻ്റെ അടുത്ത ഫ്രണ്ട് അർജുൻ. എന്താടാ നീ ഒന്നും ഒരു ഞെട്ടാത്തേ? ഞെട്ടാൻ വേണ്ടി എസ്തറേ എന്ത് എല്ലാ സിനിമയും പറയുമ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും ഞെട്ടാൻ വട്ടില്ല. നീ ഇത് എത്ര നാൾ ഒളിപ്പിച്ചിരിക്കുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയായിരുന്നു അല്ലേടാ? കറക്റ്റ് അറിയും. നിൻ്റെ ഒലിപ്പിൽ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായതാ. അതിനിടയിൽ ഇവൻ്റെ ആഗ്രഹം തോന്നു പോവാൻ എത്ര വട്ടോടാ, എത്ര വട്ടം നാട്ടിൽ പോകണമെന്ന് തുള്ളി എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ.
സസ്പെൻസ് പൊളിഞ്ഞ് ഷോ അയ്യോ നിനക്കും അറിയാമായിരുന്നോ? എനിക്കും അറിയായിരുന്നു. അപ്പം ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായി. എന്നാൽ നിങ്ങൾ നടത്തുമ്പോൾ എൻ്റെ അജുവിൻ്റെ കല്യാണം കൂടെ നടത്തിക്കോട്. അല്ലെങ്കിൽ അവൻ ഇടാ കുറേ പേര് ഇവിടെ ഉണ്ടടാ, കുറേ കന്യകന്മാരിവിടെ ഉണ്ടടാ, നീ ഞങ്ങളെ കൊതിപ്പിക്കല്ലേ. അതെ എടാ നിനക്ക് വേണേൽ നീ റൂമിൽ പോടാ. എന്താടാ അവിടെ പാവപ്പെട്ട ഞങ്ങളാ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന. കറക്റ്റ് ഒന്ന് പിന്നെ ഗായ്സ് എനിക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ് എനിക്കിതൊക്കെയല്ലേ ഉള്ളു. അപ്പം നിങ്ങളൊക്കെ എൻജോയ്, ഞാനെന്തായാലും ഒന്ന് എൻജോയ് ചെയ്ത് വരട്ടെ. മോനെ അയ്യോ അവന് എന്നെ ലോട്ടറി അടിച്ചത്. എൻജോയ്മെൻറ്റ് ഇനി എനിക്ക് എന്നാണ് എന്തോ എടാ 1-2 വർഷം കൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുകയല്ലേ. ഇനി ഞങ്ങളോട് ആരെയും കണ്ടുപിടിച്ച് എൻജോയ് കിട്ടും. വന്നിരിക്കുമോ അവൻ.